ഒരു ദിവസം 417 രൂപ നീക്കിവെക്കാനുണ്ടോ? മകളുടെ ഭാവിക്കായി കരുതാം 69 ലക്ഷം രൂപ. ഈ പദ്ധതിയെക്കുറിച്ചാണ് ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ. നമസ്കാരം, ഞാൻ അഭിലാഷ് ജി നായർ. ഫിനാൻഷ്യൽ ഗൈഡിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓരോ മാതാപിതാക്കളും തങ്ങളുടെ കുട്ടികളുടെ ശോഭനമായ ഭാവിക്കായി സാമ്പത്തിക നിക്ഷേപം നടത്തണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ഏത് പദ്ധതിയിൽ നിക്ഷേപിക്കണമെന്ന കാര്യത്തിൽ പലർക്കും ആശയക്കുഴപ്പമുണ്ടാകും. കാരണം വിപണിയിൽ നിരവധി നിക്ഷേപ പദ്ധതികൾ ലഭ്യമാണ്. പെൺമക്കൾക്കായി നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യം സുകന്യ സമൃദ്ധി യോജനയാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന നിക്ഷേപ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഉറപ്പായ വരുമാനം സുകന്യ സമൃദ്ധി യോജന നൽകുന്നു. സുകന്യ സമൃദ്ധി യോജന പെൺമക്കളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിനുള്ള ജനപ്രിയ സർക്കാർ പദ്ധതികളിൽ ഒന്നാണ്. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുതൽ വിവാഹം വരെയുള്ള സാമ്പത്തിക സംരക്ഷണം സുകന്യ സമൃദ്ധി യോജന നിക്ഷേപം വഴി നേടാൻ സാധിക്കും. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളുടെ പേരിൽ രക്ഷിതാക്കൾക്ക് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. പെൺകുട്ടിക്ക് 18 വയസ്സ് തികയുമ്പോൾ അവൾ ആയിരിക്കും അക്കൗണ്ട് ഉടമ. ഒരു കുടുംബത്തിലെ 2 പെൺകുട്ടികളുടെ പേരിൽ മാത്രമേ അക്കൗണ്ട് തുറക്കാൻ സാധിക്കൂ. അതേസമയം ഇരട്ട പെൺമക്കൾ ഉണ്ടെങ്കിൽ 3 പേർക്കും അക്കൗണ്ട് തുറക്കാം. വർഷത്തിൽ 1.5 ലക്ഷം രൂപയാണ് സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ സാധിക്കുക. വർഷത്തിൽ കുറഞ്ഞത് 250 രൂപ നിക്ഷേപിക്കണം. ഒറ്റത്തവണയായോ മാസത്തവണയായോ നിക്ഷേപിക്കാം. വർഷത്തിൽ നിക്ഷേപം നടത്തിയില്ലെങ്കിൽ 50 രൂപ പിഴ ഈടാക്കും. 8.20% പലിശ നിരക്കാണ് പദ്ധതി വാഗ്ദാനം ചെയ്യുന്നത്. ലഭിക്കുന്ന പലിശ എല്ലാ സാമ്പത്തിക വർഷാവസാനവും അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യപ്പെടും. പദ്ധതിയുടെ നിക്ഷേപ കാലയളവ് 15 വർഷവും മെച്യൂരിറ്റി കാലാവധി 21 വർഷവുമാണ്. 1961 ആദായനികുതി നിയമത്തിലെ സെക്ഷൻ 80C പ്രകാരം ലഭിക്കുന്ന പലിശയ്ക്ക് നികുതി ഇളവിന് അർഹതയുണ്ട്. നിക്ഷേപിച്ച തുകയ്ക്കും നികുതി നൽകേണ്ടതില്ല. എങ്ങനെ സുകന്യ സമൃദ്ധി അക്കൗണ്ട് തുറക്കാം? ഏത് ഇന്ത്യൻ പൗരനും സുകന്യ സമൃദ്ധി യോജനയിൽ അക്കൗണ്ട് തുറക്കാം. പെൺകുട്ടിയുടെ മാതാപിതാക്കളോ നിയമപരമായ രക്ഷിതാവോ ആയിരിക്കണം എന്നത് നിർബന്ധമാണ്. പോസ്റ്റ് ഓഫീസുകളിലോ ബാങ്കുകളിലോ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ട് തുറക്കാൻ കഴിയും. പിന്നീട് മറ്റ് ബാങ്കുകളുടെ ശാഖകളിലേക്കോ പോസ്റ്റ് ഓഫീസുകളിലേക്കോ അക്കൗണ്ട് മാറ്റാനും സാധിക്കും. മകൾക്ക് 21 വയസ്സാകുമ്പോൾ 69 ലക്ഷം രൂപ സമ്പാദിക്കുകയാണ് നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ എല്ലാ വർഷവും 1.5 ലക്ഷം രൂപ സുകന്യ സമൃദ്ധി യോജന അക്കൗണ്ടിൽ നിക്ഷേപിക്കണം. അതായത് പ്രതിമാസം 12,500 രൂപ. ദിവസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം 417 രൂപ നിക്ഷേപത്തിനായി നീക്കിവെക്കണം. 21 വർഷം നിക്ഷേപം തുടരുമ്പോൾ ആകെ നിക്ഷേപിച്ച തുക ഏകദേശം 22,50,000 രൂപയായിരിക്കും. നിക്ഷേപത്തിന് 8.20% പലിശ ലഭിക്കുന്നത് കൊണ്ട് തന്നെ പലിശ ഇനത്തിൽ 46,77,578 രൂപ നേടാം. അതായത് നിക്ഷേപവും അതിൻ്റെ പലിശയും കൂടി 69 ലക്ഷം രൂപ നേടാം. സുകന്യ സമൃദ്ധി യോജനയിൽ ആവശ്യമെങ്കിൽ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് പണം പിൻവലിക്കാനുള്ള സൗകര്യവും നൽകിയിട്ടുണ്ട്. മകൾക്ക് 18 വയസ്സ് തികയുമ്പോൾ പഠനത്തിനായി 50% പണം പിൻവലിക്കാം. ഇതിന് തെളിവായി മകളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട രേഖകൾ നൽകേണ്ടി വരും. നിങ്ങൾക്ക് പണം തവണകളായോ ഒറ്റത്തവണയായോ എടുക്കാം. എന്നാൽ നിങ്ങൾക്ക് ഇത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ലഭിക്കൂ. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.